ഹേ ഗൈസ് അഗൈൻ ഗെറ്റ് റെഡി വിത്ത് മീ വിത്ത് സ്റ്റോറി ആണ്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ CTM റൂട്ടീൻ കഴിഞ്ഞിട്ട് നമ്മുടെ മേക്കപ്പിലോട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഥ എന്താണെന്ന് വെച്ചാലേ, ഞാനിതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്. പക്ഷേ ചിലർക്കെങ്കിലും ആ കഥ മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു പഴയ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, എബോ 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ള. അപ്പോൾ ഞാൻ എൻ്റെ ഈഗോ ഒരു പ്രശ്നം വെച്ച് തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു, അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ബിക്കോസ് ഐ ലവ് ടു എഡിറ്റ്, ഷൂട്ട് ആൻഡ് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് നല്ലൊരു ട്രൈപ്പോഡോ അല്ലെങ്കിൽ ഒരു ഫോണോ ഇതൊക്കെ പക്ഷേ വിട്ടുകൊടുക്കാൻ മനസ്സില്ലടൂ. എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കണം, അതുപോലെ ഒരു ഇൻഫ്ലുവൻസർ ആവണമെന്നൊന്നുമല്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതൊരു സംഭവമാണിത്, അതായത് എൻ്റെ പാഷനാണിത്. അതെന്നെ ഈ ലൈഫ് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് കുറേ നാൾക്ക് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. മേ ബി നമുക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ റെഫർ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ദെൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ കൺസിസ്റ്റൻസി ആണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറും വിശ്വാസമല്ല, അതാണ് അതിൻ്റെ ശരി. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫാമിലിയോ റിലേറ്റീവ്സോ ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓഫ് കോഴ്സ് നമ്മളെ അറിയാത്ത കുറച്ച് സ്ട്രേഞ്ചേഴ്സ് അവർ നമ്മുടെ ഫാമിലി ആവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അതിനുള്ളിൽ എനിക്ക് 264 സബ്സ്ക്രൈബേഴ്സായി. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ബിക്കോസ് 264 അറിയാത്ത മനുഷ്യർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ 264 എന്ന് പറയുന്ന നമ്പർ ഒരു ചെറിയ നമ്പർ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല നമ്മളിടുന്ന വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നവരും ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു സന്തോഷമാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ അനലിറ്റിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേ പേര് കാണുന്നുണ്ട് വീഡിയോസ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറീസോ കാര്യങ്ങളോ, ഞാൻ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. ആക്ച്വലി അതിൽ ഇന്ന ഒരു കാര്യം കാറ്റഗറീസ് എന്ന് വെക്കാൻ വേണ്ടി പറ്റില്ല. മെയിൻലി എൻ്റെ ചാനൽ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. ഇതിൽ കൂടുതലായിട്ടും പറയുന്ന പോലെ സ്കിൻ കെയർ, മേക്കപ്പ്, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, എൻ്റെ തരത്തിലുള്ള ഒരു കുട്ടി കലാപരിപാടികളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എഗെയിൻ ഐ എം സേയിങ് ദാറ്റ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എനിക്ക് ഫസ്റ്റ് ചാനൽ ഉണ്ടായിരുന്നപ്പോൾ കുറച്ചൊരു മടിയൊക്കെ ആയിരുന്നു ഇങ്ങനെ പുറത്തേക്ക് പോയി വീഡിയോ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി ബോൾഡായിട്ടുണ്ട്. അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഇത്ര മടിയോ കാര്യങ്ങളൊന്നും വലിയ കാര്യത്തിൽ വരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് വ്യൂസ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള യൂട്യൂബ് ചാനലുള്ള ആൾക്കാരോടാണ് ഞാൻ വേണ്ടി പറയുന്നത്. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ആൾക്കാർ എന്ത് വിചാരിച്ചോട്ടെ, ദാറ്റ്സ് ഡസൻറ്റ് മാറ്റർ. നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്ന എന്തൊരു കാര്യവും നല്ലതാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ വേറൊരു ചെറിയ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരെ ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ്. അത് ഡബിൾ ഷുവറാണ്. ബിക്കോസ് എനിക്കറിയാം എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ പ്രയാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ തരത്തിലുള്ള നമ്മൾ ഡബ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അത് ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ അത്യാവശ്യം പണിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ചിലർ കളിയാക്കാനൊക്കെ വരും, നിനക്ക് ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിട്ടുള്ളൂ, അതുപോലെ തന്നെ നീ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ നെവർ മൈൻഡ്, നമ്മളുടെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നു, അതിനെന്താ ഇത്ര പ്രശ്നം എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു നാൾ നമുക്കും അടിപൊളിയാവാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഷോർട്സ് ആക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടോ, അത് ഞാൻ ഷോർട്സിൽ പറഞ്ഞ് എന്തായാലും തീരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഷോർട്സ് ഇടുമ്പോൾ അതിൽ കുറേ സ്പീഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കാറ്. അത് ചെറുതെങ്കിലും മനസ്സിലാവാത്ത രീതിയിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഓക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എനിവേസ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ താങ്ക്സ് അലോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.